പോലെ ഈ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ ഷഹബാസ് അവശനായിരുന്നുവെന്ന് അയൽവാസി പറയുകയുണ്ടായി. സിറ്റ് ഔട്ടിൽ കിടക്കുകയായിരുന്നു ഷഹബാസ്. ഈ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നില്ല എന്നും അയൽവാസി പറയുകയുണ്ടായി. ആരോ ഒരു പയ്യൻ ഇവിടുന്ന് കയറ്റി കൊണ്ടുപോകണം ഞാനും കണ്ടിട്ടുണ്ട് ബൈക്കിന്റെ മുകളിൽ. ഏതാണ് അവനാ കറക്റ്റ് ഒരു 5 മണിക്കാണ് കയറ്റി പോകുന്നത്. പിന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത് ഇങ്ങനെ ആയിട്ടുണ്ടെന്നൊക്കെ. എന്റെ ജാസിന്റെ വീടാണ് അത്. ഈ പയ്യനിത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കി. ആരെ ഇറക്കിയൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, തണുണ്ട്, അതിന്റെ മുകളിൽ കിടന്ന് എന്താ പിന്നെ അവർ വീട്ടിലില്ലായിരുന്നു. അവർ വന്നപ്പോഴാണ് ഈ പയ്യന് അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് അവിടെ കിടക്കുകയായിരുന്നു. അവശനായിരുന്നു അങ്ങനെ പറയുന്നത്. ഞാനപ്പോ എന്റെ വീട് തൊട്ടപ്പുറത്താണ്. കുട്ടികളുടെ ചാറ്റൊക്കെ പുറത്തു വരുന്ന കാണുമ്പോൾ ഒരു ഞെട്ടലാണല്ലേ. തീർച്ചയായിട്ടും ഇന്നലെയാണ് അതൊക്കെ നമുക്ക് അറിയുന്നത്. അങ്ങനത്തെ ഓരോരോ വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സംഘർഷമുണ്ടായതും പരുക്ക് പറ്റിയതും ആദ്യം ഈ കുട്ടി പറഞ്ഞിരുന്നില്ല എന്നുകൂടിയാണ് ബന്ധുക്കളും അയൽവാസികളും ആയിട്ടുള്ളവർ പ്രതികരിച്ചത്. പരിക്ക് പറ്റിയതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല, പിന്നാണ് അറിയുന്നത്. പിന്നെ പറഞ്ഞില്ലായിരുന്നല്ലേ, തല്ല് നടന്നതായിട്ട് പറഞ്ഞില്ല. വീട്ടിൽ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നോ? സംസാരിച്ച് പിന്നെ അങ്ങനെ ഇതായി പോയതാണ്. വീട്ടിൽ കിടന്ന് ഇവിടെ കിടന്ന് പിന്നാണ് ഡോക്ടറെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് താമരശ്ശേരി. കുട്ടികളൊക്കെ പരസ്പരം അറിയാവുന്ന കുട്ടികളല്ലേ? ഓരൊക്കെ അറിയുന്നതാ. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയം പിന്നെ വാട്സാപ്പിലും ഗ്രൂപ്പിലൊക്കെ ബന്ധപ്പെടുന്ന കുട്ടികളാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ചാറ്റുകളാണ് നമ്മള് ആകെ ഇതാക്കുന്നത്. കാരണം വിദ്യാഭ്യാസ രംഗത്ത് ഇങ്ങനത്തെ ഇതുണ്ടല്ലോ, പ്രത്യേക ചെറിയ കുട്ടികളും 10ാം ക്ലാസ് പരീക്ഷ ചെയ്യുന്ന കുട്ടികൾ വേണമല്ലോ. പഠിക്കേണ്ട സമയമാണ് അതാ. എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ള വിദ്യാർത്ഥിയായിരുന്നു ഈ ഷഹബാസ് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. പഠിക്കാനും മിടുക്കനായിരുന്നു ഷഹബാസ് എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രതികരണം. അവനെ കൊണ്ട് പറയാൻ വാക്കുകളില്ല. ആ കോലത്തിലാണ് അവൻ. നല്ല കുട്ടിയാണ്, നിഷ്കളങ്കനായ നല്ലൊരു മോനാണ്, നല്ല പഠിക്കുന്ന കുട്ടിയാണ്. വേണ്ടാത്തൊരു കൂട്ടുകെട്ടില്ല, ലഹരി പദാർത്ഥങ്ങളില്ല, ഒന്നുമില്ല. എന്റെ ഫോണാണെങ്കിൽ കേട് വന്നാൽ നന്നാക്കി തന്നൊരു കുട്ടിയാണ്. ഏത് പാതിരിക്കാണെങ്കിലും വന്നിട്ട് നന്നാക്കി തരും. അതുവരെ ഞാൻ കടയിലൊന്നും കൊടുക്കാതെ കാത്തിരിക്കും അവനെ. അപ്പൊ നല്ലൊരു മോനാ പഠിക്കാൻ. ഞാൻ അവനോട് പറഞ്ഞു, മോനെ 4 കുട്ടികളുള്ളത്. അവൻ മൂത്ത കുട്ടിയായി. ഇവന് 16 വയസ്സായി. ഇവന് 10ാം ക്ലാസ്സിലെ വെക്കേഷൻ കഴിഞ്ഞ് ഇന്നലെ ഞാൻ ചായക്ക് കഴിയാൻ വാങ്ങാൻ വേണ്ടി കോരങ്ങാട് പോയത്. അപ്പോഴാണ് ഈ ആരോ വന്നിട്ട് ഈ ചക്കനെ കൂട്ടിക്കൊണ്ടുപോയത്. അവന് തന്നെയാണ് ഇവിടെ തിരിച്ചു കൊണ്ടുവിടുന്നത്. രാത്രിയിൽ കൂട്ടിക്കൊണ്ടുപോയത് അതേ വ്യക്തി തന്നെയാണ് ഇവിടെ കൊണ്ടുവിടുന്നത്. എന്താ അവന് സംഭവിച്ചതെന്നുള്ള ആർക്കും അറിയില്ല. അത്രയും നല്ലൊരു മോനാണ്, നിഷ്കളങ്കനായ നല്ലൊരു മോന്. ഇവനാന്ന് വൈകുന്നേരം ചായക്ക് കടി വാങ്ങാൻ പോയതാ. വൈകുന്നേരം ഇവിടെ പെയിന്റിങ്ങിന്റെ പണിയുണ്ട്, നോൽമ്പാണല്ലോ വരുന്നത്. അപ്പോൾ പുര വൃത്തി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വൈകുന്നേരം ഒരു ചായന്റെ കടിക്ക് വാപ്പ പൈസയും കൊടുത്ത് പറഞ്ഞു വെച്ചതാ. അപ്പോൾ ഇവന് പിന്നെ കാണുന്നില്ല. പിന്നെ വരുന്നത് 7 മണിക്കാ. ഈ 7 മണിക്ക് വരുന്ന രംഗമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് തൊട്ടടുത്ത് ആ വീടിന്റെ ഗേറ്റിന്റെ അവിടെ ഇറക്കിയിട്ട് പോയിക്കാഞ്ഞതാ. ആടുന്ന് ഓലാണ് ഇവിടെ വിവരം കൊടുക്കുന്നത്. അങ്ങനെ ഓല് വന്ന് ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഇവന് അനങ്ങാൻ പറ്റുന്നില്ല. ഇവന് ഒന്നും സംസാരിക്കുന്നില്ല. എനിക്കെന്ത് പറ്റിയെന്ന് ഉമ്മയും വാപ്പയും ഒക്കെ ചോദിച്ചിട്ട് ഇവന് മിണ്ടാൻ കഴിയുന്നില്ല. അവസാനം ഉമ്മനോട് പറഞ്ഞു, എനിക്ക് തലന്റെ ഉള്ളിൽ നിന്ന് എന്തോ ആവുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഇവന് കട്ടിന്റെ മുകളിൽ കന്ന് കിടന്ന് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയും വായന്ന് നൊര വന്നതിനോട് കൂടെ തന്നെ എന്തായി ഛർദ്ദിക്കുകയും ചെയ്ത്. അന്നപ്പാണ് ഇവർക്ക് മനസ്സിലായി ഇവനെന്തോ കാര്യമായിട്ട് വണ്ടി ഇട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണ് ഇവര് താമരശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ആസ്പത്രിയിൽ കൊണ്ടുപോകുന്നത്. താലൂക്ക് ആസ്പത്രിയിൽ കൊണ്ടുപോയി അവിടുന്ന് ഡോക്ടർമാർ നോക്കി കഴിഞ്ഞ് ഡോക്ടർമാർ ഉടനെ കോളേജിൽ എത്തിക്കുകയാണ്. ഇവന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, എന്താ സംഭവിച്ചത് എന്താണെന്നൊക്കെ ഇവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ബാപ്പയും അറിയില്ലല്ലോ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ. ഇവനാണെങ്കിലും മിണ്ടൊന്നുമില്ലല്ലോ. മിണ്ടാതെ ആ ബോധം അന്നപ്പം പോയതാ. അത് മരിക്കുന്നവരെ പിന്നെ തിരിച്ചു വന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUയിൽ കിടക്കുന്ന ആ സമയം, മരിക്കുന്ന സമയം വരെ ആ ബോധം പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പിന്നെ നല്ലൊരു മിടിപ്പെന്ന് പറയുകയാണെങ്കിൽ ശരീരത്തിന് ചെസ്റ്റിൽ മാത്രമുള്ള ഒരു മിടിപ്പ് മാത്രമേ ഉള്ളൂ. ആ മിടിപ്പ് മേപ്പെട്ടില്ല. അപ്പം എന്താ വെച്ചാൽ പ്രഷർ തീരെ തലയിൽക്കില്ല. അതെന്താണെന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ ഒരു ഭാഗം കട്ടായി പോയിട്ട് തലച്ചോറ് കലങ്ങിയിട്ട് കംപ്ലീറ്റ് ബ്ലഡിൽ കുളിച്ചു പോയിയാണ്. അപ്പോൾ 5 അടിയിലുള്ള അടിയാണ്. ഈ ഭാഗത്ത് ഈ ചെവിന്റെ ഈ ഭാഗത്ത് ഒരു എല്ല് പൊട്ടിക്കുന്നത്. അത് സ്കാനിങ് കണ്ടിരുന്നു. അപ്പോൾ അത് അടിന്റെ ശക്തി കൊണ്ടായിരിക്കുമല്ലോ കിട്ടിയിട്ടുണ്ടാകുക.
അതുകൊണ്ടാണ് ഇവന് മെയിൻ. പിന്നെ ഇവിടെയൊക്കെ പരിക്കുകളുണ്ട്, പിടിയും വലിയും കൂടിയതോ എന്താണെന്ന് അറിയില്ല. ഞാൻ ICU കണ്ടതാണ്. ചെസ്റ്റിന്റെ ഇവിടെയുണ്ട് പരിക്ക്, ഇവിടെ ഉണ്ടൊക്കെ പരിക്കുണ്ട്. മുഖത്തൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഏതായാലും നല്ലോണം കൊല്ലാൻ തന്നെ നല്ലോണം അഞ്ചാതിലുള്ള ക്രൂരമായ. ഇവനെ നോക്കിയ പ്രൊഫസർ ഞങ്ങളന്നേരം വിളിപ്പിച്ച്, ഇന്ന ഇവനെയൊക്കെ വിളിപ്പിച്ചിട്ട് അയാൾ അങ്ങനെ ഒരു ഡോക്ടർ പറയണമെങ്കിൽ അത്രക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഡോക്ടർ അത്രക്കും ഗൗരവമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഗൗരവമായിട്ട് വെച്ചാൽ ഈ കുട്ടീനെ ഈ കോലത്ത് ചെയ്തത് ആരാണെന്ന് ആവശ്യം, അവർക്ക് പണി കൊടുക്കുന്നു. അത്രക്കും ക്രൂരമായിട്ടാണ് ഈ കുട്ടീനോട് ഈ നരജാതകന്മാർ ചെയ്തതെന്നാണ് പറയുന്നത്.